ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദുരൂഹതയേറുന്നു. ദ്വാരപാലക ശില്പം ഉപയോഗിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി സാമ്പത്തിക തട്ടിപ്പ് നടത്തി എന്നാണ് സൂചന. സമ്പന്നരെ ലക്ഷ്യമിട്ട് പലയിടങ്ങളിലും ദ്വാരപാലക ശില്പം എത്തിച്ച് പൂജ നടത്തി. സ്വർണ്ണവാതിൽ ചെന്നൈയിൽ എത്തിച്ച് നടത്തിയ പൂജയിൽ നടൻ ജയറാമും വീരമണിയും അടക്കമുള്ളവർ പങ്കെടുത്തു. വീട്ടിൽ പൂജ നടത്തിയതായി ജയറാം മീഡിയ വണിനോട് സ്ഥിരീകരിച്ചു. അദ്ദേഹം ബാംഗ്ലൂരിൽ ഇങ്ങനെ വിളിച്ചു, ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്ന സ്വർണം രണ്ടാമത് ചെയ്ത സ്വർണ്ണ നടയും സ്വർണ്ണ മറ്റേ സൈഡിലുള്ള ദ്വാരപാലക ശില്പങ്ങളും അതിൻ്റെ ഇതെല്ലാം സ്വർണം പൂശി റെഡിയാക്കി പാക്ക് ചെയ്ത് ശബരിമലയ്ക്ക് പോകുന്നു. ഒന്ന് വന്നാൽ ഒന്ന് തൊട്ട് തൊഴാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും വരാം എന്ന് പറയുന്നു. മദ്രാസിൽ പോകുന്നു. വീരമണി രാജുവും വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എന്റെ വീടിനടുത്താണ്. ഒരു പൂജയൊക്കെ ചെയ്തു. അതിലും ഞാൻ ഉണ്ടായിരുന്നു. ഒരു അത്യാഗ്രഹത്തിന് ഞാൻ ചോദിച്ചു, പോകുന്ന വഴിക്ക് പൂജാമുറിയുടെ അവിടെയും കൂടി ഒന്ന് വെച്ചിട്ട് പോകാൻ പറ്റുമെന്ന് ചോദിച്ചു. അവർ സമ്മതിക്കുന്ന ആദ്യം വിചാരിച്ചില്ല, പക്ഷെ സമ്മതിച്ചു കൊണ്ടുവരാന്ന് പറഞ്ഞു. അങ്ങനെ വൈകുന്നേരം എന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഞാൻ പൂജാരികളൊക്കെ അറേഞ്ച് ചെയ്തു. അയ്യപ്പ ഭക്തരായിട്ടുള്ള ചെന്നൈയിലുള്ള വലിയ വലിയ ആളുകളെയൊക്കെ വിളിച്ചു വരുത്തി. വീട്ടിൽ വന്നു, പൂജാമുറിയുടെ അവിടെ വെച്ചു. 1/4 മണിക്കൂർ പൂജിച്ചു. അപ്പൊ അയ്യപ്പന്റെ നടയിൽ നിന്ന് ആരെങ്കിലും 1 രൂപ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവൻ തീർച്ചയായിട്ടും ജീവിതകാലത്ത് ഗുണം പിടിക്കാൻ മാത്രമല്ല, അവന് ഉറപ്പായിട്ട് അകത്ത് പോവും വേണം. കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയ ശബരിമലയിൽ വെച്ചുള്ള പരിചയമാണ്. അദ്ദേഹം എല്ലാ മകരവിളക്കിനും അവിടെ ഉണ്ടാകുന്ന വ്യക്തിയാണ്. ഞങ്ങൾ ഒരുമിച്ച് തൊഴാനൊക്കെ അവിടെ നിൽക്കുമ്പോൾ ഉള്ള പരിചയമാണ്. അദ്ദേഹം ബാംഗ്ലൂരിൽ നിന്നുള്ള ഒരുപാട് ഈ വ്യവസായ പ്രമുഖരും ഒക്കെ ആയിട്ടാണ് വരാറ്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്റെ കയ്യിൽ നിന്ന് അതിന് പൈസ മേടിക്കുകയോ എന്റെ കയ്യിൽ പണം ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അതിങ്ങനെ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ഇപ്പൊ തോന്നുന്നു. അന്നത് തോന്നിച്ചില്ല. അന്നത് ഒരു മൂഢമായ ഒരു ഭക്തന്റെ മനസ്സങ്ങനെ ആയിപ്പോയി.